കർത്താവിന് മഹത്വം. പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായം. ഒരു ലോങ് പാസേജ് ആണ്. 24-ഉം 25-ഉം അധ്യായം. ഞാൻ എല്ലാ വാക്യങ്ങളും ഒന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുവാൻ, ഉത്തമ മണവാട്ടിയായി ഒരുക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് അതിന്റെ തുടക്കം. യേശു കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ ആലയം കണ്ടോ, വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന് മേൽ ശേഷിക്കാതെ ഇടിച്ചു കളയുന്നൊരു സമയം വരുന്നു. അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, അത് തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്ന് പറഞ്ഞേ, അത് എപ്പോൾ സംഭവിക്കും? അപ്പൊ യേശു കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ സമയമായി. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുകയത്രേ വേണ്ടത്. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞ് പിന്നെ അതിന്റെ 44-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. രണ്ടാമത് അതിന്റെ അടുത്ത വാക്യം പറയുക, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്ക് സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോട് കൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഓക്കെ, ഇത് പറഞ്ഞിട്ട് യേശു കർത്താവ് 25-ാം അധ്യായത്തിൽ 2 ഉപമ പറയുകയാണ്. അപ്പൊ 2 കാര്യമാണ് ഇവിടെ മെയിനായിട്ട്. യേശു കർത്താവിന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും കാര്യമെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒന്ന്, അവൻ ഏത് സമയത്ത് നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. രണ്ടാമത് യേശു കർത്താവ് അവരോട് പറഞ്ഞത്, ശരിയായ സമയത്ത് യജമാനന്റെ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നവരായി ഇരിപ്പിൻ. 2 കാര്യമാണ്. മനസ്സിലായല്ലോ? വളരെ ശാന്തമായി നമ്മള് ഇത് ഒന്ന്, ഞാൻ പറഞ്ഞത്, ഞാനൊരു 10-20 വർഷത്തിന് മുമ്പ് പ്രസംഗമെല്ലാം നിർത്തി. ഞാൻ പെന്തക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്റെ ചെറുപ്പം മുതൽ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്റെ മമ്മി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വേറൊരു രക്ഷയും ഇല്ല എന്ന് തന്നെ ചിന്തിച്ച് ചെറുപ്പകാലം മുതൽ തന്നെ അങ്ങനെ വന്ന് 17-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ കൂടെ ഒരു 12 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ അവരുടെ ഒരു കപ്പലുണ്ട്, ഡൂലോസ് എന്ന് പറഞ്ഞ, ആ കപ്പലിൽ ട്രെയിനിങ് ഡയറക്ടറായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾ, ഒരു 3 വർഷം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു 12 വർഷം ഓൾ ടുഗദർ ഓയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പിലായിട്ട് സഞ്ചരിച്ച് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നില്ല. നീ എന്നെ രക്ഷിതാവായി സ്വീകരിച്ചു, പക്ഷെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല. നീ കർത്തൃത്വം എനിക്ക് നൽകുന്നില്ല. അതെന്നെ വളരെ ഷോക്കാക്കി. ഞാൻ ചിന്തിച്ചു, ഈ ഉലകം മുഴുവൻ നേടി, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഈ ഉലകത്തെ മുഴുവൻ നേടിയിട്ടും, അല്ലെങ്കിൽ ലോകത്തിൽ ഉള്ള സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓടി നടന്നാലും എന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ എനിക്കെന്ത് പ്രയോജനം? അപ്പൊ അവിടെ
ഒരു സ്റ്റോപ്പ് ഇട്ടു. ഞാൻ കുറച്ച് വർഷങ്ങൾ കർത്താവുമായി ഇരിക്കുവാൻ തയ്യാറായി. ഞാൻ അങ്ങനെയാണ് നാസിക്കിലേക്ക് കടന്നുപോയ ഒരു 3 വർഷം. കുറെ കാര്യങ്ങൾ കർത്താവുമായി ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള സമയത്താണ് കർത്താവിന് കർത്തൃത്വം കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ദൈവരാജ്യം. ദൈവം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആക്ച്വലി യേശു സഭയെ അല്ല പ്രസംഗിച്ചത്, യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യം. അപ്പൊ ദൈവത്തിന്റെ രാജ്യമാണ് സഭയെ ഉളവാക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ കൂട്ടം. ദൈവത്തിന്റെ രാജ്യം, ഞാൻ പറഞ്ഞത് ഒരു പ്ലാനറ്റ് കിങ്ഡം, അല്ലെങ്കിൽ ഒരു ഉറുമ്പിന്റെ രാജ്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ, നമുക്കൊരു ഉറുമ്പിന്റെ രാജ്യത്തിലേക്ക് കടന്നു ചെന്ന് ആ ഉറുമ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഉറുമ്പായി ജനിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒരു മത്സ്യങ്ങളെ, അല്ലെങ്കിൽ കടലിൽ കിടക്കുന്ന മത്സ്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ കൂടെ ഒന്ന് പെരുമാറണമെങ്കിൽ നാം മത്സ്യമായി ജനിച്ചാൽ മാത്രമേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ദൈവം ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ അതത് തരം, എല്ലാത്തിനെയും അതത് തരത്തിൽ, അതത് തരത്തിൽ ദൈവം സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ നിങ്ങളുടെ തരത്തിലല്ല സൃഷ്ടിക്കുന്നത്, എന്റെ തരത്തിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിക്കില്ല. ദൈവത്തിന്റെ തരത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു വെസലായി, ഒരു പാത്രമായി നമ്മെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അവന്റെ അകത്തു വന്ന് നിറയുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവന്റെ മുമ്പിലേക്ക് 2 വൃക്ഷങ്ങളെ നിർത്തി. ഒന്ന് ജീവന്റെ വൃക്ഷഫലവും 2 നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലവും നിർത്തിയിട്ട് അവന് ചൂസ് ചെയ്യുവാനുള്ള അധികാരം കൊടുത്തു. അവൻ ഏതിൽ നിന്ന് ഭക്ഷിക്കുമോ അതിനാൽ അവൻ നിറയപ്പെടും. ഇന്ന് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. ഞാൻ 40-48 വർഷം കഴിച്ചതും കുടിച്ചതുമാണ് ഞാൻ ഈ നിൽക്കുന്ന എന്റെ ബോഡി. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു 10,000 നിറച്ച് നെല്ലുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് കഴിക്കാൻ പറ്റും, ഒരു തരം കൊണ്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 1 വർഷം കൊണ്ട് നമ്മളത് മുഴുവൻ കഴിക്കും. 10,000 നിറച്ചു നടക്കുന്ന നെല്ല് അത് കുത്തി അരിയാക്കി ഓരോ നേരവും കഴിച്ച് നമ്മൾ 365 ദിവസം കൊണ്ട് ആ 10,000 കാലിയാക്കും. അടുത്ത പ്രാവശ്യം നിറയ്ക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വലിയൊരു നിക്ഷേപം, അവൻ ജീവന്റെ അപ്പമാണ്. ആ യേശുവിനെ ഒറ്റയടിക്ക് കഴിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ ദിവസവും അല്പല്പമായി യേശു ക്രിസ്തുവിനെ കഴിച്ചുകൊണ്ടിരുന്നാൽ, ആ യേശുവിനെ കഴിക്കുന്തോറും ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന യേശു എന്ന ദൈവം നമ്മുടെ ആളത്വമായി മാറും, നമ്മുടെ ഭാഗമായി മാറും. ഞാൻ പറഞ്ഞില്ലേ, പത്തായത്തിലെ നെല്ല് അവിടെ കിടന്നാൽ നെല്ല് അവിടെയും ഞാൻ ഇവിടെയുമാണ്. എന്നാൽ ഞാൻ അതിനെ അല്പാൽപമായി കഴിച്ചു കഴിയുമ്പോൾ ആ നെല്ലിനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധം, എന്നിൽ നിന്ന് അതിനെ അടർത്തി മാറ്റുവാൻ കഴിയാത്ത വിധം അതെന്റെ ഭാഗമായി മാറി. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെ നാം അല്പാൽപമായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ യേശു ക്രിസ്തു നമ്മുടെ ആത്മമനുഷ്യന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ആ യേശു ക്രിസ്തുവിനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതാണ് യേശു ക്രിസ്തു പൗലോസ് പറഞ്ഞത്, എന്നെ അവന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ ആർക്കും കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, വലിയൊരു നിക്ഷേപം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ കഴിച്ചാലും പ്രോപ്പറായിട്ടല്ല കഴിക്കുന്നത്. അത് ദഹിക്കത്തക്കവണ്ണം അനുസരണയുള്ളവരായി നാം മാറുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഇവിടെ 25-ാം അധ്യായത്തിൽ 2 ഉപമയാണ് പറഞ്ഞത്. ഒന്ന് കന്യകമാരെ കുറിച്ചുള്ള 10 കന്യകമാരെ കുറിച്ചുള്ള ഉപമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും
അത് ആദ്യത്തെ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. എന്താണ്? അവിടുന്ന് വരുന്നത് കൊണ്ട് നമ്മെ തന്നെ ഒരുക്കി ഇരിക്കുക. അവിടെ കന്യക എന്ന് പറയുമ്പോൾ മണവാളന് വേണ്ടി ഒരുങ്ങിയ ഒരു കന്യകയും, അതിസുന്ദരനായ, കാരുണ്യമുള്ള, ആർദ്രവാനായ ഒരു മണവാളൻ. ആ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട കന്യക, മണവാട്ടി. ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ ഭാഗം അവിടെ പറയുന്നത്, യജമാനൻ എവിടേക്ക് പോയി? വേറൊരു ദേശത്തേക്ക് പോയപ്പോൾ തന്റെ സ്വത്ത് കൈമാറിയ അടിമകൾ, ദാസന്മാർ, അടിമകൾ. ഒന്ന് അകത്തെ കാര്യവും, രണ്ട് പുറത്തെ കാര്യവും. ഒന്ന് ആന്തരികമായ വിടുതലും ആന്തരികമായ ഒരുക്കവും ആന്തരികമായ കർമ്മങ്ങളും, രണ്ട് ബാഹ്യമായ കർമ്മങ്ങളും. ഈ കന്യകയെ സംബന്ധിച്ച് അവിടെ പറയുകയാണ്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം ആകും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട്. ഈ വിളക്ക് എന്താണ്? ഈ 10 പേരും വിളക്കെടുത്താൽ, നമുക്ക് ഈ കഥ അറിയാവുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല, എങ്കിലും 10 പേരും വിളക്കെടുത്തിരുന്നു. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഹല്ലേലൂയ. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഓക്കെ, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പൊ നമുക്ക് എത്ര പേർക്ക്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ലെങ്കിലും, ഞാനൊരു 10-12 വർഷം പ്രസംഗിച്ച് നടന്ന ആ കാലയളവിലൊന്നും എന്റെ ആത്മാവിന് ഞാൻ കാര്യമായ പ്രാതിനിധ്യം കൊടുത്തില്ല, അല്ലെങ്കിൽ എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംസർഗം, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ പാപം നിമിത്തം നശിച്ചുപോയി, മരണപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നമ്മൾ മാറിപ്പോയി. അപ്പോൾ മനുഷ്യന്റെ ആത്മാവ് മരിക്കപ്പെട്ടു പോയി. കാരണം എന്താണ്? ഈ മനുഷ്യന്റെ ആത്മാവിനെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യാത്മാവിൽ നിന്ന് മാറിപ്പോയി. മൊബൈലിന്റെ അകത്തൊരു സിം കാർഡ് ഒരു കമ്പനി നമുക്ക് തരും. ആ സിം കാർഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം എവിടെയോ ഉള്ള ഒരു ടവറുമായി, ആ കമ്പനിയുടെ ടവറുമായി ആ മൊബൈലിന്റെ സിം കാർഡ് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ആ ബന്ധത്തിൽ നിന്ന് അല്പം മാറുമ്പോൾ പറയും, നിങ്ങൾ ടവറിന്റെ കീഴിലല്ല, ടവറിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ അടച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻകമിംഗ് കോൾ ഇല്ല, നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് കോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൊബൈലിന്റെ അകത്ത് ഇങ്ങനെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ ടവറുമായി, ആ സിം കാർഡിനുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഈ മൊബൈലിൽ നമുക്ക് കളിക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ഉപയോഗിച്ചേക്കാം. പക്ഷെ ഈ മൊബൈൽ ഉണ്ടാക്കിയത്, സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണെന്ന് അറിയാമോ? കോളുകൾ ചെയ്യുവാൻ വേണ്ടിയാ. അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശത്തിലേക്ക്, അതിൻ്റെതായ ആവശ്യത്തിലേക്ക് നാം വരണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സിം കാർഡുമായി ആക്റ്റീവായ ഒരു ബന്ധത്തിൽ ആ മൊബൈലിന്റെ സിം കാർഡ് നിന്നാൽ മാത്രമേ ആ മൊബൈലിനെ ചലിപ്പിച്ച് അതിന്റെ ഉദ്ദേശത്തിലേക്ക് വരുവുള്ളൂ. പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും അകത്ത് സക്രിയാവിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ദൈവം മനുഷ്യാത്മാവിനെ നിർമ്മിച്ച ഓരോ മനുഷ്യന്റെയും ഉള്ളിലാക്കി. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെടുമ്പോൾ അവന്റെ അകത്തൊരു സിം കാർഡ് എന്ന് പറയുന്ന അവന്റെ ഏറ്റവും അകത്ത്, ഹല്ലേലൂയ, ദൈവാത്മാവല്ല,
മനുഷ്യന്റെ ആത്മാവിനെ നിർമ്മിച്ച് അവന്റെ ഉള്ളിലാക്കി വെക്കുന്നു. അതുമായിട്ട് മാത്രമേ ദൈവത്തിന് ബന്ധപ്പെടുവാൻ കഴിയത്തുള്ളൂ. ആലയത്തിൽ ഒരിക്കലും ശലോമോൻ ആലയം പണിത് ആലയത്തിൽ ഒരിക്കലും പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തോ ദൈവം ഇറങ്ങി വന്നില്ല. അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമാണ് ദൈവം ഇറങ്ങി വന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ പ്രമാണം അവിടെ നിന്ന് ഒഴുകി വിശുദ്ധ സ്ഥലത്തേക്കും പ്രാകാരത്തിലേക്കും വന്ന് ജനത്തെ നിറച്ചു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്നത് ആ അതിവിശുദ്ധ സ്ഥലത്ത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പുതിയ നിയമ മന്ദിരമായ നമ്മൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തികളെല്ലാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ലെങ്കിൽ അല്ല. ഹല്ലേലൂയ. ഇവിടെ ഭൂമിയിൽ അനേക മന്ദിരങ്ങൾ കാണും. പക്ഷേ ശലോമോൻ പണിതപ്പോൾ ശലോമോൻ ആയിരുന്നു. എന്നാൽ ശലോമോൻ അത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവമേ, ഈ ആലയത്തിൽ ഒതുങ്ങിയിടങ്ങ് എങ്കിലും ഞങ്ങൾ സമർപ്പിക്കുന്നു, അങ്ങ് വരണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, യെസ് ഐ വിൽ കം. അത് സമർപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിലേക്ക് ദൈവം ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയ ഓരോ മനുഷ്യനും ഇന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന യാഗത്തെ സ്വീകരിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെടുമ്പോൾ, ഈ സമർപ്പിക്കപ്പെടുക എന്ന് പറയുന്നതിന് ഒരർത്ഥം എന്താണെന്നറിയാമോ? സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കർത്തൃത്വം പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. ശലോമോൻ പണിത ആലയം സമർപ്പിക്കുന്നിടം വരെ അത് ശലോമോന്റെ കയ്യിലായിരുന്നു. എന്നാൽ അത് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ കയ്യിലാണ്. അതിലേക്ക് മൂവ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമായി, അതിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവമായി. ഇത് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അവകാശം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രക്ഷയെ സ്വീകരിച്ച നാം സമർപ്പിക്കപ്പെടുവാൻ മറന്നുപോയോ? അല്ലെങ്കിൽ നാം സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾ എന്തോ ചെയ്യുന്നത്? കർത്താവായി സ്വീകരിക്കത്തില്ല, രക്ഷിതാവായി സ്വീകരിക്കും. എന്നിട്ട് നമുക്ക് അവന്റെ രക്ഷ വേണം, പക്ഷെ കർത്തൃത്വം വേണ്ട. ഭരണമൊന്നും നമുക്ക് വേണ്ട. ഞാൻ എന്നെ ഭരിച്ചോളാം, അങ്ങക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കണം. ഇന്ന് പകൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുക, എനിക്ക് ഒത്തിരി അജണ്ടയുണ്ട്, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി മോഹങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഇതിനെല്ലാം വേണ്ടി അങ്ങ് എന്റെ കൂടെ നിൽക്കണം, അങ്ങ് എന്നെ സഹായിക്കണം. നമുക്ക് ദാസനൊന്നും ആകാൻ വയ്യ. നമുക്ക് എന്തോ ആകണം? ഭരിക്കണം. പക്ഷെ ദൈവം നമ്മളെ നല്ല ഒരു സെക്യൂരിറ്റിയെ നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ആരെയും വിധിക്കാനല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. നമ്മളെ തന്നെ അവിടുത്തെ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ പറയുക, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അതെന്തോ ചെയ്യും? അകത്തെ അറകളെ മുഴുവനും ശോധന ചെയ്യും. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് നമ്മുടെ ആത്മാവ് ആക്റ്റീവായി കഴിഞ്ഞാൽ ആ ആത്മാവ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഓരോ അറകളെയും ശോധന ചെയ്യുവാൻ തുടങ്ങും. അപ്പൊ ഈ കന്യകമാരെ കുറിച്ച് പറയുകയാണ്, വിളക്ക് എടുത്തുകൊണ്ട് അവർക്കെല്ലാം 10 പേർക്കും വിളക്കുണ്ടായി. അവർക്ക് 10 പേർക്കും വിളക്കുണ്ടായിരുന്നു, അല്ലെ? വിളക്ക് കത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ യേശു കർത്താവിനെ രക്ഷിതാവും
കർത്താവുമായി സ്വീകരിച്ച് അവരെ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ അകത്തേക്ക് വരുവാനും പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി തീരുവാനും അവരുടെ ആത്മാവ് ആക്ടിവേറ്റ് ആയ മൈൻഡുകളാവരുത്. അവരുടെ എല്ലാം ആത്മാവ് കത്തിയതാ, ആക്റ്റീവായതാ. അവര് എവിടോട്ടാ പുറപ്പെട്ടെ? അവര് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം എന്ന് പറഞ്ഞില്ലേ? അവര് പുറപ്പെട്ട എവിടെയാന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മണവാളനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള യാത്ര അവർ തുടങ്ങിയവർ. ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും വിട്ടിട്ട് യേശു ക്രിസ്തു എന്ന മണവാളനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇസഹാക്കിന് വേണ്ടി റിബേക്ക എലയാസറിന്റെ കൂടെ യാത്ര തിരിച്ചതുപോലെ, ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാലത്ത് എലയാസറും പറഞ്ഞതും വിശ്വസിച്ച് എലയാസറിന്റെ കൂടെ ഒരു നിമിഷം പോലും തന്റെ വീട്ടിൽ നീ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് ആ മരുഭൂമിയിലൂടെ നടന്നു വരുന്ന റിബേക്കയെ പോലെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുവാൻ ഹല്ലേലൂയ ദൈവവുമായി ഉഭയസമ്മതമെടുത്ത് ഞാൻ ഇനിയും എന്റെ ഇഷ്ടത്തിലല്ല ദൈവ ഇഷ്ടത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പിതാവുമായി ഉടമ്പടിയെടുത്ത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ഇറങ്ങി തിരിച്ച 10 കന്യകമാരെ കുറിച്ചാണ് നാം വായിച്ചത്. നാം എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? നമുക്ക് ഈ തരത്തിലുള്ളൊരു പുറപ്പാട് ഉണ്ടോ? ഇപ്പോൾ നാം അങ്ങനെ പുറപ്പെട്ടവരാണോ? പുറപ്പെട്ടവരാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ യാത്രയിൽ നാം എവിടെയാണ്? ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ആ വെളിപ്രദേശത്ത് വെച്ച് റിബേക്ക ഹല്ലേലൂയ ഇസഹാക്കിനെ കണ്ടതുപോലെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ ഹല്ലേലൂയ ലോകമോഹങ്ങളെ ത്യജിച്ച് ഇറങ്ങി തിരിച്ച വിശ്വസ്തരായ കന്യകമാരായ നാം നമ്മുടെ യാത്രയിൽ ക്ഷീണിച്ചു പോകുന്നുണ്ടോ? തളർന്നു പോകുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നുണ്ടോ? ഈ ലക്ഷ്യം തെറ്റിപ്പോകുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമുക്കില്ലാതെ വരുമ്പോഴാണ് ലക്ഷ്യം തെറ്റിപ്പോകുന്നത്. ഈ മണവാട്ടിമാരെ കുറിച്ച് 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും എന്ന് പറയുന്നത് അവർ എണ്ണ കരുതിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ വിളക്കെടുത്തു, പക്ഷെ എണ്ണ കരുതിയില്ല. 5 പേർ എണ്ണ കരുതി. അതെന്താണ്? ആത്മാവിൽ യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്ന് നാം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. എങ്കിലും നമ്മുടെ സോറിഷ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മുടെ വികാരവും നമ്മുടെ ഇച്ഛാശക്തിയും അടങ്ങിയ നമ്മുടെ ആ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന, പ്രാണൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിത്വം അടങ്ങിയ ഒരു പാത്രമുണ്ടല്ലോ. കർത്താവ് എന്തുവാ ചെയ്തേ? മനുഷ്യനെ ഒരു മൺപാത്രമായി സൃഷ്ടിച്ചു. അതിനകത്തേക്ക് ദൈവത്തെ കൊണ്ട് നിറയ്ക്കുവാനെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അകത്തേക്ക് നമ്മുടെ വ്യക്തിത്വം പാപത്താൽ അല്ലെങ്കിൽ ശിഥിലീകരിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയിട്ട് മനുഷ്യവാഴ്ചയിലേക്ക് നമ്മൾ വന്ന് മനുഷ്യന്റെ കാര്യങ്ങളാൽ നിറയപ്പെട്ട്, അതിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളാൽ നിറയപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ദേഹിയിൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണയാൽ നിറയപ്പെട്ട് അതിനൊരു വ്യതിയാനം ഉണ്ടാകേണ്ടതിനായി ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിൽ തന്നെ ഞാൻ കണ്ടുവരുന്നത്, ഞാൻ പെന്തക്കോസ്റ്റുകാരായി ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ അറിയാതെ പോയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, സ്നാനം തന്നെ പലരും തെറ്റാന്ന് ഞാൻ പറയാൻ കാരണം അടിസ്ഥാനപരമായി പൂർണ്ണമായ ഒരു സമർപ്പണം ഇല്ലാത്ത സ്നാനമാണ് ഇന്ന് ഒത്തിരി നടക്കുന്നത്. ദൈവവുമായി ഉഭയസമ്മതമെടുത്ത് ഞാൻ
ഇഷ്ടങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് വേണം കുഴിച്ചിടപ്പെടാൻ. മരിക്കാതെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണെന്ന് ഉറപ്പിച്ചു ഞാൻ പറയുകയാണ്. പെണ്ണ് കെട്ടാനും അല്ലെങ്കിൽ ജോലി കിട്ടാനും പ്രശ്നങ്ങൾ മാറാനും അതിനും ഇതിനും സ്റ്റാറ്റസിനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്നാനപ്പെട്ടാലൊന്നും ദൈവം സ്നാനം അംഗീകരിക്കത്തില്ല. അങ്ങനെ സ്നാനപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥമായി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്ത് ദൈവത്തിനെ കർത്താവായി സ്വീകരിച്ച് പിന്നെയും പോയി സ്നാനപ്പെടണം. പിന്നെയും എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സ്നാനം ഒന്നേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ സ്നാനമല്ല. അതുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണമെന്നുണ്ടെങ്കിൽ ദൈവവുമായി ഉടമ്പടി ചെയ്ത് പുതിയ നിയമ കരാറിൽ സൈൻ ചെയ്യണം. പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായി ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിച്ചു. എന്താണ് കർത്താവ് പറയുന്നത്? ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഒറ്റ കാര്യമേ ഉള്ളൂ. പൗലോസ് പറയാ, ഞാൻ പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ലാക്ക് ചെയ്ത് ഓടുന്നു. ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നു. ഇംഗ്ലീഷിലാണ് പറയുന്നത്, one thing I do. നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നമുക്കെല്ലാം പല കാര്യങ്ങളാണ്, നമുക്കെല്ലാം ഒത്തിരി കാര്യങ്ങളാണ്. പക്ഷെ പൗലോസോട് പറയാ, ഞാൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. എന്തുവാ? ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഇഷ്ടം. ആസിയയിൽ പ്രസംഗിക്കാൻ ഡോറ് തുറന്നു കിട്ടിയാൽ, വാതിൽ തുറന്നു കിട്ടിയാൽ, പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പ്രസംഗിക്കുന്ന നല്ല കാര്യം. പക്ഷെ അതുപോലും എങ്ങനെയാ ചെയ്തേ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലാണ് ജീവിച്ചത്. ഗോഡ്സ് വിൽ. മനസ്സിലായില്ലേ? ആസിയയിൽ പ്രസംഗിക്കേണ്ടെന്ന് വാതിൽ തുറന്നിട്ടിരിക്കുക. പക്ഷെ ദൈവം പറയുക അതെന്റെ ഇഷ്ടമല്ല. അപ്പം പൗലോസ് പറയാ, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും one thing I do, ഞാൻ ഇനിയും മുതൽ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. എന്തുവാ? ദൈവ ഇഷ്ടം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പറയുവാൻ കഴിയണം, ഇന്ന് ഞാൻ ഒറ്റ കാര്യമേ ചെയ്യത്തുള്ളൂ. എന്തു അറിയാമോ? ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താണോ അത് മതി. ഹല്ലേലൂയ. അത് കേവലം വാക്കുകളിൽ ഒതുക്കി പോവാനല്ല. ഞാൻ 12 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എന്റെ ഡയറിക്ക് അനുസരിച്ച് പ്രസംഗിച്ചു നടന്നൊരു കാലമുണ്ട്. എന്റെ ഡയറിയിൽ ഞാൻ ഫ്രീ ആണോ? അതായിരുന്നു എന്റെ മാനദണ്ഡം. എന്നാൽ ദൈവം പറയുകയാണ്, അതല്ല നിന്റെ മാനദണ്ഡം. നിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് കർത്താവിനോട് പറയുവാൻ കഴിയണം, കർത്താവേ, ഇന്ന് ഞാൻ ജീവിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ ഇഷ്ടത്തിലുമാണ്. അത് അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ഒരു കരാർ ദൈവവുമായി എഴുതി വെക്കണം. ഈ സ്നാനപ്പെട്ട് കഴിയുന്നുണ്ടേ പറയുന്നുണ്ടല്ലോ, ഈ കരാറിൽ, ഈ ഉടമ്പടിയിൽ നീ അന്ത്യം വരെ ജീവിച്ചാൽ നിനക്ക് ജീവകിരീടം പ്രാപിക്കാം. ഉടമ്പടിയെ എടുത്തിട്ടില്ല, പിന്നെ ഏത് കരാറില്ല അന്ത്യം വരെ ജീവിക്കേണ്ടി? മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മൾ എന്തോ പറയുന്നത്, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു അടക്കപ്പെടുകയും എഴുന്നേറ്റു, ഇനിയും മടങ്ങി വരും, എന്നെ ചേർക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പിശാചും വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് വരുമെന്ന്. പക്ഷെ അതല്ല അവിടുത്തെ വിഷയം. അങ്ങനെ ചെയ്ത യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ഇനി ഞാൻ ജീവിക്കുന്നുള്ളൂ. ഇനിയും ആ ഇഷ്ടത്തിലേ ഞാൻ ജീവിക്കുന്നുള്ളൂ. എനിക്കിനിയും ആ ഇഷ്ടം മതി. അതാണ് യഥാർത്ഥമായ സമർപ്പണം. ഇനിയും എന്റെ ഇഷ്ടത്തിനും എന്റെ അഭിലാഷത്തിനും അനുസരിച്ച് ഞാൻ ജീവിക്കുന്നില്ല. ദൈവ ഇഷ്ടത്തിന് മാത്രമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവവുമായി ഉടമ്പടി എടുക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആക്ച്വലി പാസ്റ്ററോടല്ല അത് പറയേണ്ടത്, നമ്മൾ ദൈവത്തോടാണ് പറയേണ്ടത്, പിതാവിനോടാണ് പറയേണ്ടത്. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ എന്റെ പാപത്തെ ക്ഷമിച്ചു തന്ന് ആദം പാപത്തിന് മുമ്പേ ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയ അങ്ങയുടെ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും ആദം ചെയ്തതുപോലെ നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വിഷഫലം ജീവിക്കാതെ, ഹല്ലേലൂയ,
ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് ജീവിക്കുവാൻ ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പിതാവുമായി ഉടമ്പടി എടുത്ത് സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇന്നും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യമേ പറയുന്നത്, കർത്താവേ 20 വർഷം മുമ്പേ ആ വെള്ളത്തിൽ ഞാൻ എഴുതിയ ഒരു സമർപ്പണമുണ്ട്. ഒരു ബോണ്ട് പേപ്പറിന് നമ്മൾ വസ്തുവൊക്കെ വെക്കുമ്പോ ആദ്യമേ ഒരു എഗ്രിമെന്റ് വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ആ പേപ്പറിന് എന്താ വില? ഒരു വിലയുമില്ല. പക്ഷെ ആ പേപ്പറിൽ സൈൻ ചെയ്തതിനും എഴുതിയതിനും ചില വിലയുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ വെള്ളത്തിനല്ല വില, ആ വെള്ളത്തിൽ കൊണ്ടുവന്ന് എഴുതി വെച്ച് ഒപ്പിട്ട ഒരു കരാറുണ്ട്. അവിടെ പിതാവായ ദൈവവും ഹല്ലേലൂയ നമ്മളും യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് ഒരു ഉടമ്പടി എടുത്തു. എന്തുവാ? ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഹല്ലേലൂയ. ആ ഉടമ്പടിയിലാണ് ഓരോ ദിവസവും ജീവിക്കേണ്ടത്. ആ ഉടമ്പടിയിലേക്കാണ് ഓരോ ദിവസവും നാം നീങ്ങേണ്ടത്. അങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഏതിലേക്ക് നമ്മൾ നീങ്ങും? അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിൽ പുതിയ നിയമ കരാറിലേക്ക് നമ്മൾ വന്നിട്ട് പോലുമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നെ ദൈവം മനസ്സിലാക്കി തന്ന ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത ഈ കന്യകമാർ, അവരുടെ പ്രശ്നം അടുത്ത ലെവലിൽ, അവർ എണ്ണ കരുതിയില്ല. എണ്ണ പാത്രത്തിൽ എണ്ണ കരുതിയില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ച പരിശുദ്ധാത്മാവുമായുള്ള സഹവാസത്തിൽ ജീവിക്കാതെ ഉടമ്പടിയെ തന്നെ വെറുതെ ആക്കി കളഞ്ഞു. ദൈവവുമായി എടുത്ത ഉടമ്പടി തന്നെ നമ്മള് വേസ്റ്റ് ആക്കി കളഞ്ഞു. ഞാൻ പറയട്ടെ, പാസ്റ്റർക്ക് നമ്മളെ മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ചർച്ച വരുമ്പോൾ കാണുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവവുമായി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയ യേശുക്രിസ്തു തന്നെ നമ്മുടെ ആത്മാവിലേക്ക് വന്ന്, അവര് പിതാവ് പുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വാസസ്ഥലമായി നമ്മൾ മാറുകയാണ്. ദൈവത്തിന്റെ വാസസ്ഥലമായി മാറിയെങ്കിൽ നാമും പിതാവിൽ ഒരു വാസസ്ഥലം നമുക്ക് ലഭിക്കുകയാണ്. പിതാവിൽ ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിലേക്ക് പോയത്. അങ്ങനെ പിതാവിൽ നമുക്കൊരു വാസസ്ഥലവും ദൈവത്തിന് നമ്മളിൽ ഒരു വാസസ്ഥലവും, അങ്ങനെയുള്ള ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കന്യകമാർ, മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയും മണവാളനും കൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ മണവാളനിൽ മണവാട്ടിക്കൊരു ഭവനമുണ്ട്, മണവാട്ടിയിൽ ഒരു ഭവനമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആത്മാവിൽ വന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ നമ്മുടെ നമ്മുടെ മനസ്സും നമ്മുടെ ഇച്ഛയും നമ്മുടെ വികാരങ്ങളും അനുവദിക്കുന്നില്ല. നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന എവിടാ? നമ്മുടെ വികാരത്തിൽ തന്നെയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചതാണോ? ആന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? നമ്മുടെ പണ്ടുള്ള ചിന്തകളിൽ തന്നെയാ ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു സ്ലമ്മിലുള്ള ഒരു ആളിനെ നമ്മൾ അവിടെ ചെന്ന് ആ പയ്യനെ കണ്ടിട്ട് അവന്റെ ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടാന്ന് കണ്ടിട്ട് നമ്മൾ പറയുക, അവനെ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒഫീഷ്യലി അവനെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ നിയമപരമായി അവൻ എന്റെ മകനാണെങ്കിലും അവൻ ഇപ്പോഴും എവിടെയാ ഉള്ളത്? ആ ചെളിയിലാണ്. അവൻ ഇപ്പോഴും കഴിക്കുന്നത് അവിടുത്തെ ആഹാരമാണ്. ഹെൽത്തി ഫുഡ് അല്ല അവൻ കഴിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. പക്ഷെ അവനെ ഞാൻ എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഭവനത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ചില അഭ്യാസങ്ങളുണ്ട്. അതിൽ ഞാൻ അവനെ ഓരോന്നായി അഭ്യസിപ്പിച്ച് ഓരോ ദിവസവും അവൻ അഭ്യസിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും അവൻ പണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങുമായിരിക്കും. അല്ലെങ്കിൽ പാൽപരാക്കം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് അവൻ ഇന്ന് ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ അവന്റെ ക്യാരക്ടറിനെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആ ഭവനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ്
നിവാസമായി നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞ് അതിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിലും നമ്മുടെ ദേഹി മണ്ഡലങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? പാപത്താൽ വഴിപെട്ടുപോയ നാം ബഹുദൂരം വഴി പിഴച്ച് സഞ്ചരിച്ചു. നമുക്കറിയാഞ്ഞ നമ്മൾ പോകേണ്ടതായ വഴിയല്ലാതെ വേറെ വഴികളിൽ നാം ബഹുദൂരം സഞ്ചരിച്ചു. നമ്മുടെ മനസ്സ് അതെല്ലാം കോപ്പി ചെയ്ത് വെച്ചു. നമുക്കതെല്ലാം വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതായി മാറി. കാരണം നമ്മുടെ മനസ്സിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അറിവുണ്ട്, അല്ലേ? അന്യഭാഷ തന്നെ നമ്മളൊരു 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് റെക്കോർഡ് ചെയ്യും. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല, നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാം. പറ്റില്ലേ? നമ്മൾ ഏതൊരു കാര്യവും പഠിച്ച് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കല് ഓർക്കുന്നു, നാസിക്കില് ഒരു ആള് വന്നപ്പോ ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആ ആളിൽ ഒരു ഭൂതത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഇന്നതുകൊണ്ട് അത് പറഞ്ഞു. അവരത് കൺഫസ് ചെയ്താൽ ദൈവം അവരെ വിടുവിക്കും എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പൊ അത് കൺഫസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വിട്ടുപോയി. അടുത്തൊരു കേസ് വന്നപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. ഞാൻ നേരെ പറയുക, നിങ്ങൾ കൺഫസ് ചെയ്താൽ ദൈവം നിങ്ങളെ വിടുവിക്കും. അന്നൊരു കാര്യവും നടന്നില്ല. ഞാൻ വളരെ ദുഃഖിതനായി ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, നീ പുറത്തുനിന്ന് ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് ആദ്യമേ നീ ചെന്ന് ആ കേസ് ഈ കേസ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലത്തെ ആത്മീക എക്സ്പീരിയൻസ് കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നലകളുടെ ആത്മീകമായ നമ്മൾ പഠിച്ചു വെച്ച, നമ്മൾ അറിഞ്ഞു വന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. മോശ വടി ഉയർത്തിയപ്പോഴാണ് ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടത്, അല്ലേ? മോശ വടി ഉയർത്തിയപ്പോഴാണ്. യോശുവ അത് കണ്ട് വന്നത്. പക്ഷെ യോർദാൻ നദി വിഭജിക്കണമെങ്കിൽ വടി ഉയർത്തിയാൽ പറ്റത്തില്ല. അതിനപ്പോഴുള്ള ദൈവശബ്ദം വേണമെന്ന്. അവിടെ പുരോഹിതന്മാർ കാൽ വെക്കുമ്പോഴാണ് അത് 2ആയി വിഭജിക്കപ്പെടുന്നത്. അതാരവരോട് പറഞ്ഞത്? യോശുവ തന്നെ ഊഹിച്ചിട്ടാണോ? അല്ല, മോശയോട് ദൈവം പറഞ്ഞു വടി ഉയർത്തുവാൻ. അവൻ വടി ഉയർത്തി അത് 2ആയി വിഭജിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ഇവൻ മോശയാണെങ്കിൽ പോലും യോർദാൻ നദി 2ആയി വിഭജിക്കണമെങ്കിൽ പുരോഹിതന്മാർ കാലിയാവും. മോശ പറയാ, അല്ല, അന്ന് വെള്ളം ഡിവൈഡ് ആയത് വടി നീട്ടിയപ്പോഴാന്ന് പറഞ്ഞ് ചെന്നാൽ ഒരു കടലും വിഭജിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇന്നലകളിലെ ആത്മീക അനുഭവത്തിനനുസരിച്ച് ഇന്ന് നടക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാം തെറ്റിപ്പോയി. യേശു ക്രിസ്തുവിന് ഒരു കുരുടനെ സൗഖ്യമാക്കണമെങ്കിൽ മണ്ണ് കുടച്ച് തേച്ചാണെങ്കിൽ വേറൊരു കുരുടനെ സൗഖ്യമാക്കുവാൻ വേറൊരു രീതിയായിരുന്നു. അതെന്താണ്? യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പിതാവ് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. പിതാവ് പറഞ്ഞ് കേട്ടതല്ലാതെ. ഇന്ന് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ മണവാട്ടിയായി മാറുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ കന്യകമാരായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കം പ്രാപിക്കാൻ വരുന്ന വിശുദ്ധ ജനമേ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ? അതുപോലെ തന്നെ പറയണം, വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാതെ ഒന്നും പറയണ്ട. ഞാനൊരു ലീഡർഷിപ്പ് കോഴ്സിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഓയമിലായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പറയുന്നത് 10 വർഷത്തേക്കുള്ള പ്ലാനിങ് ചെയ്യണമെന്ന് പറയുക. അതിന് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നെഹമ്യാവ് പ്ലാൻ എന്നാ പറഞ്ഞത്. നെഹമ്യാവ് എന്തോ ചെയ്ത് പ്ലാൻ ചെയ്തു. കാരണം എന്താ? രാജാവ് ചോദിച്ചോണ്ട് എന്തോ വേണ്ടി ചോദിച്ചോണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവവുമായി ഉടമ്പടി എടുത്ത് കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് ആയിത്തീർന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് തെറ്റി. നെഹമ്യാവ് പ്ലാൻ ചെയ്യുമല്ലായിരുന്നു, നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോ രാജാവ് ചോദിച്ചു, നിനക്ക് എന്തുവാ വേണ്ടി? അപ്പോൾ അവിടെ എഴുതിയിരിക്കുക,
നെഹമ്യാവ് പ്രാർത്ഥിച്ച് രാജാവിനോട് പറഞ്ഞത് എന്തെന്നാണ്? എന്ന് പറഞ്ഞാൽ രാജാവ് ഇവിടെ ചോദിക്കുന്നു, രാജാവിന് കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ എന്തുവാ ഞാൻ പറയേണ്ടത്? അപ്പൊ ദൈവം ഒരു ബ്ലൂ പ്രിന്റ് കൊടുത്തു. അതിനനുസരിച്ച് നെഹമ്യാവ് പറയുന്നത്. അപ്പൊ അതിന് പ്ലാനിങ് ആണോ വേണ്ടിയേ? അല്ല, ദൈവ സാന്നിധ്യമാ വേണ്ടിയേ, ദൈവവുമായുള്ള ബന്ധമാ വേണ്ടിയേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ നിങ്ങൾ എന്തു പറയണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട, വിചാരപ്പെടേണ്ട, പ്ലാൻ ചെയ്യേണ്ട. അവിടെ ചെല്ലുമ്പോൾ എന്തുവാ പറയേണ്ടതെന്ന് അവർക്ക് സാക്ഷ്യത്തിനായി ഞാൻ നിന്റെ വായോടുകൂടി ഇന്ന് സംസാരിക്കും. പക്ഷെ അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇന്ന് ഒരു ദിവസം രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴല്ല, ഇന്ന്. ഹല്ലേലൂയ. യിരെമ്യാവിനോട് ചോദിച്ചെന്തെന്നറിയാമോ? നീ സമാധാനമുള്ള ദേശത്ത് ഭയമുള്ളവനായി ജീവിച്ചാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഈ സമാധാനമുള്ള ദേശത്ത് ദൈവശബ്ദം കേട്ട് ജീവിക്കാൻ അറിയത്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോ എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? സമാധാനമുള്ളപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ശീലിച്ചില്ലെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും? എന്ന് പറഞ്ഞാൽ നാം നമ്മുടേതായ ചെറിയ ജോലികളിൽ നാം പഠിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവശബ്ദം കേട്ട് ദൈവം പറയുന്നത് അനുസരിച്ച് അതിനനുസരിച്ച് നാം സ്റ്റെപ്പുകൾ എടുത്തില്ലെങ്കിൽ ഒരു ആത്മീക യുദ്ധത്തിൽ ചെന്ന് എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? ഓരോ ദിവസവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഇടപഴകുമ്പോൾ ഒരു ഓയിൽ നിർമ്മിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരാത്മാവും അതിനെ അനുസരിക്കുന്ന ഒരു ദേഹിയും ഉണ്ടാകുമ്പോൾ എന്റെ വ്യക്തിത്വത്തിനകത്തേക്ക് ദൈവം തന്നെ ഇറങ്ങി വരും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. കോപമുള്ള എന്റെ ദേഹി മനസ്സിന് സ്നേഹം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം അത് പരിശുദ്ധാത്മാവ് എന്നിൽ ആളത്വത്തിൽ വസിച്ചാലേ പറ്റൂ. കാട്ട് അത്തിയായിരുന്ന എന്നെ മുറിച്ച് നല്ല അത്തിയുമായി അവൻ ഒട്ടിച്ചു. പക്ഷെ ഇപ്പോഴും ഈ കാട്ടത്തിയിൽ എന്താ ഉള്ളത്? കാട്ടത്തിയുടെ ജീവനം ഉണക്കക്കമ്പല്ലോ കൊണ്ടുവച്ച് മുറിച്ച് ഇപ്പുറത്ത് വെച്ചപ്പോ കാട്ടത്തിയിൽ മുഴുവൻ ജീവനായിരിക്കുന്നത്. നമ്മളെ മുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ട് പരിശുദ്ധമാ നമ്മളിൽ വസിക്കുന്ന രീതിയിൽ യേശുക്രിസ്തുവുമായി ചേർത്തൊട്ടിച്ചപ്പോഴും നമ്മുടെ ദേഹി മനസ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഓരോ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ പത്തായത്തിൽ കിടക്കുന്ന നെല്ലിന് റേമ വേർഡായി ഓരോ ദിവസവും കഴിക്കുവാൻ പാകത്തിൽ യേശുക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തെ പരിശുദ്ധാത്മാവ് റേമ വേർഡായി നമുക്ക് നൽകുമ്പോൾ നാം അതെടുത്ത് ഭക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അനുസരിച്ച് അതിൽ ജീവിക്കുമ്പോൾ കോപം മാറി സ്നേഹമെന്ന ഒരു ഫലം എന്നിൽ ഉണ്ടാകും. ക്ഷമയില്ലായ്മ മാറി ദീർഘക്ഷമ എന്നൊരു ഫലം എന്നിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം എന്നിൽ വെളിപ്പെടണമെങ്കിൽ എന്റെ ദേഹി ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന എന്റെ ആത്മാവിന് എന്റെ ദേഹി കീഴടങ്ങി. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, എന്റെ ദേഹമേ, എന്റെ ദേഹിയെ, എന്റെ ആത്മാവിന് കീഴടങ്ങൂ. കാരണം എന്താണെന്നറിയാമോ? ചില മോഹങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ആകർഷിച്ച് അതിലേക്ക് അങ്ങ് ജീവിച്ച് അതിലേക്ക് അങ്ങ് വീഴാൻ തുടങ്ങുമ്പോൾ
എന്തോ ചെയ്യണ്ടേ? തിരിച്ചറിയുന്ന ഉടനെ പറയണം, എന്റെ ദേഹിയെ, എന്റെ പ്രാണനെ, എന്റെ ദേഹമേ, നീ മാസ്റ്റർ അല്ല, നീ അടിമയാണ്. ഏതിന്റെ അടിമ? എന്റെ ആത്മാവിന്റെ അടിമ. കാരണം എന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ, എന്റെ ആത്മാവിനെ ചലിപ്പിക്കുവാൻ, എന്റെ ആത്മാവിലേക്ക് ഒരു പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ആ ആത്മാവിനാൽ ചലിക്കപ്പെടുന്ന എന്റെ ആത്മാവ് വേണം എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. അതല്ലാത്ത ഒരു നിയന്ത്രണങ്ങളും എനിക്ക് വേണ്ടെന്ന് ധൈര്യസമേതം പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. അതിന് ഒരു മാർഗമേ ഉള്ളൂ, പ്രാർത്ഥന മാത്രമേ അതിനുള്ള മാർഗമുള്ളൂ. ചില സമയത്ത് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വഴി ശരിയല്ല, ആ വഴി എന്റേതാണോ ദൈവത്തിന്റെ ആണോ എന്ന് അറിയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പോകുന്നതല്ല ദൈവത്തിന്റെ വഴിയെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് നിർത്തിയിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മാവ് എനിക്കുള്ളതിനായി ഇഷ്ടമാണ്. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാത്മാവിന് വേണ്ടി, ഒരാത്മാവിന് ഹല്ലേലൂയ ഞാൻ സമർപ്പിക്കപ്പെട്ടവനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്ക് മരിച്ച് അങ്ങയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് ഞാനും അങ്ങയും കൂടെ ഒരു ഉടമ്പടി സ്നാനത്തിൽ എടുത്തതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ ഉടമ്പടിയിൽ ഇന്നും എനിക്ക് ജീവിക്കണം. അതല്ലാത്ത എല്ലാ വഴികളും അടയട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നും നടക്കാതിരിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് വസ്തുനിഷ്ഠമായി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവ് ആക്റ്റീവായി വരും. അതുകൊണ്ടാണ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മൾക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെന്തിനെയാ? ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന വികാരമല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് സ്നേഹിക്കുന്ന ഒരു ആത്മാവ് ഉണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ വികാരത്തെ കൺട്രോൾ ചെയ്യും. ദേഹിയുടെ ഭാഗമായിരിക്കുന്ന, മനസ്സിലായി, നമുക്ക് 3 ഘടകങ്ങളുണ്ടല്ലോ, ആത്മാവും ദേഹിയും ദേഹവും. അപ്പൊ ദേഹിയുടെ ഭാഗമായിരിക്കുന്ന നമ്മുടെ വികാരത്തെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് ഇന്ന് സ്നേഹിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് എന്റെ ഹല്ലേലൂയ എന്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് സ്നേഹത്താൽ നമ്മുടെ വികാരത്തെ കവർ ചെയ്യപ്പെടും. പിന്നെ പറയാ ശക്തിയുടെ, എനിക്കൊരു ഇച്ഛാശക്തിയുണ്ട്. മനസ്സിലായോ? എന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. ആ ശക്തിയാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നത്, എന്റെ സ്വയത്തിലേക്ക് നയിക്കുന്നത് എന്റെ ഇച്ഛാശക്തിയാണ്. ഞാൻ ഇന്ന കുടുംബമാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വലിയ ആളാകുന്നത് എന്റെ ഇച്ഛാശക്തിയാണ്. കർത്താവ് പറയുകയാണ്, നിനക്കൊരു ശക്തിയുടെ ആത്മാവുണ്ട്. എന്തുവാ? ആ ഇച്ഛാശക്തിയെ കൺട്രോൾ ചെയ്യുവാൻ പറ്റുന്ന ഒരു ശക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ. പിന്നെ നമുക്കുള്ളത് മനസ്സ്. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. നമ്മൾ മനസ്സിൽ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ നമ്മൾ കൊല്ലിരിക്കും. നമ്മൾ മനസ്സിൽ ഒരാളെ മോഷ്ടിക്കാൻ തീരുമാനിച്ചാൽ മോഷ്ടിക്കും. ശരിയല്ലേ? അപ്പൊ മനസ്സിന്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുവാൻ എനിക്ക് എന്തുകൊണ്ടെന്നാ പറഞ്ഞത്? സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. സുബോധത്തിന്റെയും ആത്മാവ്. സുബോധത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നല്ല ബോധത്തെ തരുവാൻ പറ്റുന്ന ഒരു ആത്മാവും എനിക്കുണ്ട്. നല്ല ബോധം എന്ന് പറഞ്ഞാൽ നല്ല ചിന്താഗതി. നല്ല ചിന്താഗതി വരുന്നത് എവിടെയാ? ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ചെവി കൊണ്ട് കാണാനും പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനസ്സുകൊണ്ട് ചിന്തിക്കാനേ പറ്റും. മനസ്സുകൊണ്ടല്ല ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ ചിന്തിക്കുവാൻ വേണ്ടിയുള്ള അവയവമാണ് മനസ്സ്. അപ്പൊ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ നല്ല ബുദ്ധിയുള്ള സുബോധത്തിന്റെ ആത്മാവിനാൽ ആ മനസ്സ് കൺട്രോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ മനസ്സ് എന്തോ ആയിരിക്കും? സുബോധത്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും സുബോധം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് നല്ലതായിട്ട് ജീവിച്ച സുബോധമാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നാട്ടുനടപ്പനുസരിച്ച്
ഈ ലോകത്തിനനുസരിച്ച് നമ്മളെല്ലാം ജീവിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും നല്ല ബോധമുള്ള മനുഷ്യനാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ പറയാൻ പാട്ടാണ്. അതെന്താ? ആർക്കാണ് പ്രശ്നം? ഈ ലോകത്തിനാണോ പ്രശ്നം, അതോ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഈ ആളിനാണോ പ്രശ്നം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന മനുഷ്യൻ സുബോധത്തിൽ ആക്ട് ചെയ്യുമ്പോൾ സുബോധമില്ലാത്തവന് തോന്നും ഇവൻ സുബോധത്തിലല്ലെന്ന്. കാരണം അവന്റെ സുബോധത്തിലല്ല അവൻ പിന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സുബോധത്തിലല്ല ദൈവത്തിന്റെ സുബോധം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മൾ ഇതോ നല്ലതാണോ അഴുക്കാണോ എന്ന് ചിന്തിച്ചല്ല നടക്കേണ്ടത്. നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലത്തിൽ നിന്ന് തിന്നരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് നന്മയാണോ തിന്മയാണോ എന്ന് അന്വേഷിക്കരുത്. ഇത് നല്ലതാണോ അഴുക്കാണോ എന്ന് അന്വേഷിക്കരുത്. ഇത് ഗുഡാണോ പാടാണോ എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ക്വസ്റ്റ്യനാണ്, ഇത് ദൈവഹിതമാണോ അല്ലയോ? കാരണം നമുക്ക് നന്മയെന്ന് തോന്നുന്നത് ദൈവത്തിന് തിന്മയായി, നമുക്ക് തിന്മയെന്ന് തോന്നുന്നത് ദൈവത്തിന് നന്മയായി. ഉസ്സ പെട്ടകത്തെ കയറി പിടിച്ചു. ഞാൻ എത്ര ആലോചിച്ചിട്ടും അതിനകത്ത് എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കാള വരണ്ട് പെട്ടകം താഴെ വീഴാൻ പോകുമ്പോ ഒരു മനുഷ്യൻ അത് വീഴരുത് എന്ന് പറഞ്ഞ് പിടിച്ചത് നല്ലതാണോ അഴുക്കാണോ? നന്മയാണ്. പക്ഷേ കാളപ്പുറത്തല്ല അത് പോകേണ്ടത്. അത് ലേവി ഗോത്രക്കാരന്റെ തോളിൽ പോകേണ്ട പെട്ടകം. അതിനെ കാളവണ്ടി കയറ്റിയപ്പോ കാള വരേണ്ടത്. അത് ഫെലിസ്തീൻ ചെയ്തപ്പോ അത് കുഴപ്പമില്ലായിരുന്നു. ഫെലിസ്തീൻ പശുവിനെ കെട്ടിയെ കാളവണ്ടിയെ കെട്ടി അയച്ചപ്പോ കുഴപ്പമില്ല. കാരണം ജാതിയൻ ദൈവത്തെ വിളിക്കുന്ന പോലല്ല കന്യക ദൈവത്തെ വിളിക്കേണ്ടത്. മനസ്സിലായോ? ജാതിയൻ ജൽപ്പനം ചെയ്യുന്ന പോലെ അല്ല കന്യക ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് ഈ തിരുവഴുത്തില് യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ 4 വായിക്കുമ്പോ ഈ സൗഖ്യം പ്രാപിച്ച മിക്ക പേരും ശിഷ്യന്മാരായില്ല. ശിഷ്യന്മാരായ മിക്ക പേരുടെ അകത്ത് ഈ പറയുന്ന അത്ഭുതമൊന്നും നടന്നിട്ടുമില്ല. ഈ പൗലോസിന്റെ കർച്ചീഫ് കൊണ്ടിടുമ്പോ പൂവാല കൊണ്ടിടുമ്പോ ആളുകൾ സൗഖ്യമാകും. പക്ഷേ പൗലോസിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യൻ, ഒരു മനുഷ്യൻ, അവൻ തീരാ രോഗം ബാധിച്ചപ്പോൾ അവനെ ഞാൻ അവിടെ വിട്ടേച്ചു പോരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചിലര് ഞാനും പണ്ട് ചിന്തിക്കുമായിരുന്നു, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഹിന്ദു ആൾക്കാരൊക്കെ വരും, പെട്ടെന്ന് സൗഖ്യമാകും, വലിയ അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? അത് കുഴപ്പമില്ല, അവൻ ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ്. പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗങ്ങൾ നിന്നെ സൗഖ്യം പെട്ടെന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയല്ല, നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ചില കടഭാരങ്ങൾ നിന്നെ പരിമിതപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിന്റെ കുടുംബ പ്രശ്നങ്ങൾ നിന്നെ പരിമിതപ്പെടുത്തി എന്ത് കാണിക്കാനാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാ ജീവിക്കുന്നെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ദൈവം 40 വർഷം നിന്നെ മരുഭൂമിയിലിട്ട് വലച്ച് അലച്ച് ഉലച്ച് ഉഴലിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും. ഇന്നലെ 2-3 ദിവസം മുമ്പെയോ കുറച്ച് ദിവസം മുമ്പേ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, എന്റെ ബ്രദറെ, സ്നാനപ്പെടുന്നവർ ഒരു പ്രശ്നം ഇല്ലായിരുന്നു, എടാ സ്നാനപ്പെട്ട അന്ന് മുതൽ ഈ പ്രശ്നം തുടങ്ങി. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞ് യേശു എങ്ങോട്ടാണ് നയിക്കപ്പെട്ടു? മരുഭൂമിയിലേക്ക്. ആരാൽ നയിക്കപ്പെട്ടു? ആത്മാവിനാൽ നയിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടത്. ദൈവത്തിന്റെ കോ ബ്രദേഴ്സായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരാനിരിക്കുന്ന നമ്മള് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നമ്മളെ, അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മളെ എങ്ങോട്ടാണ് നയിക്കേണ്ടത്? മരുഭൂമിയിലേക്ക്. ഒറ്റയ്ക്ക് അഴലുവാൻ ഉഴലുവാൻ ദൈവം അങ്ങോട്ട് നയിക്കും. എന്തിനാ? നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം, ഇനി എന്റെ ഇഷ്ടം ചെയ്യത്തില്ലെന്ന് പറഞ്ഞല്ലേ സമർപ്പിച്ചത്. ആ സമർപ്പണം ശരിയാണോ, സമർപ്പണം റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നിന്നെ സാത്താനെ കൊണ്ട് തന്നെ പരീക്ഷിപ്പിക്കും.
ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും സാത്താനെ കൊണ്ട് തന്നെ നിനക്ക് കൊണ്ട് തന്നിട്ട് നീ അതിൽ അതിജീവിച്ചു വന്നാൽ ജീവകിരീടം പ്രാപിക്കും, അല്ലെങ്കിൽ പട്ടു. അല്ലെങ്കിൽ പട്ടു. യോർദാൻ കടന്നത് റെഡ് സീ, ചെങ്കടൽ കടന്നത് ലക്ഷങ്ങൾ, അതിൽ 2 പേരായി യോർദാൻ കടന്നത്. മരുഭൂമി കൂടെ വന്ന് യോർദാൻ കടന്നത് 2 പേര്. അതിൽ മനസ്സിലായി, ദൈവം നമ്മളെ വിളിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. വിളിക്കപ്പെട്ടവർ അനേകരാ, തെരഞ്ഞെടുക്കപ്പെടുന്നവര് ചുരുക്കമാ. കാരണം എന്താ? വിളിക്കപ്പെട്ട അനേകരെ മരുഭൂമിയിലേക്ക് കടത്തിവിടുമ്പോൾ അവർ പിറുപിറുത്ത് ഹല്ലേലൂയ പരാതികൾ പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ ആ ചുറ്റുള്ളിയുടെ കാര്യം ഓർത്ത്, ആ മാംസക്കലങ്ങൾ ഓർത്ത്, ആ മിസ്രൈമിനെ ഓർത്ത് മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാക്ഷിച്ചുകൊണ്ട് ദൈവമേ എനിക്ക് നിത്യമായത് ഉയരത്തിൽ ഈ ഭൂമിയിലുള്ളതല്ല, ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. വാഗ്ദത്ത ദേശത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഈ കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ. അപ്പോൾ എന്താണ്? കന്യകയായി കർത്താവിന്റെ കൂടെ മണവാളന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ. നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്ക് നിർത്താം, സമയം പോകുന്നല്ലോ. എന്റെ ഭാര്യ, ഞങ്ങളുടെ കല്യാണ സമയത്ത് ഈ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയപ്പോ ബ്യൂട്ടീഷ്യൻ കുറച്ച് ഒരുക്കാനൊക്കെ തുടങ്ങിയപ്പോഴേ ഈ എന്താ പറയുന്നത് രോമങ്ങളൊക്കെ ചെറുത് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി പറഞ്ഞത് വേദനയായി, എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ നാസിക്കിൽ ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 3 years കർത്താവിനോട് കൂടി ഇരിക്കുന്ന സമയത്ത് കർത്താവിനോട് നിന്റെ പ്രശ്നമില്ല, എന്താ അറിയോ? പരിശുദ്ധാത്മാവ് എന്ന ബ്യൂട്ടീഷ്യൻ മണവാളന് വേണ്ടി ഒരുക്കുവാനാണ് എന്റെ അകത്ത് വന്നിരിക്കുന്നത്, എന്നെ ഒരുക്കുവാൻ. അപ്പൊ ഈ കന്യകയ്ക്ക് മണവാളന് വേണ്ടി ഒരുക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരുക്കേണ്ടതായ ഒരു ദൗത്യമുണ്ട് പരിശുദ്ധാത്മാവ്. അവിടെ ചില വേദനകളൊക്കെ വന്നിരിക്കും, പക്ഷെ അത് സഹിച്ച് പരിശുദ്ധാത്മാവുമായി കോപ്പറേറ്റ് ചെയ്താല് മണവാളിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ലോകമോഹങ്ങൾക്ക് അധീനരായി തീർന്നു പരിശുദ്ധാത്മാവിനെ ഒരുക്കുന്ന ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് വ്യക്തിപരമായി ജീവിച്ചില്ല, എന്തു പറ്റും? മണവാളം വരുമ്പോൾ എണ്ണയില്ലാത്തവരായി തീരും. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കും കൂടെ അല്പം എണ്ണ തരണമേ. അപ്പോൾ അവർ പറഞ്ഞ എന്താ അറിയാമോ? ഞങ്ങൾക്കും നിങ്ങൾക്കും ആകാതിരിക്കേണ്ടതിന് അത് കിട്ടുന്നവരുടെ കൈ പോയി വാങ്ങിക്കോളാം, ഇതിനൊരു വില കൊടുക്കും. മനസ്സിലായോ? ഈ എണ്ണ കിട്ടണമെങ്കിൽ വേറൊരുത്തന് എനിക്ക് വേണ്ടി എണ്ണ വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്റെ ഈ പാത്രത്തിനകത്ത് എണ്ണ നിറയപ്പെടണമെങ്കിൽ ഞാൻ ചില വില കൊടുത്തേ പറ്റുള്ളൂ. അത് എന്റെ സ്വയത്തെ ത്യജിക്കുക എന്ന വിലയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ റിസീവ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് കളയും. നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടിയാൽ അതിനെ കളയും. എന്റെ നിമിത്തം ജീവനെ കളയുന്നു എങ്കിൽ അതിനെ നേടും എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ സുഖ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്റേതായ സുഖങ്ങൾ, ഈ ലൈഫിന്റെ സുഖങ്ങൾ, അല്ലെങ്കിൽ ദേഹിയുടെ സുഖങ്ങൾ, പ്രാണന്റെ ആസ്വാദനങ്ങൾ ത്യജിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ സന്തോഷവും സമാധാനവുമായ എണ്ണ നമ്മിലേക്ക് ഒഴുകുകയുള്ളൂ. രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ല.
മണവാട്ടി ഒരുക്കപ്പെടണമെങ്കിൽ, മണവാളിന് വേണ്ടി പുറപ്പെടണമെങ്കിൽ ദേഹി ജീവന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകണം. രണ്ട്, കർത്താവ് പറയുകയാണ്, എന്തുവാ? ദൂരദേശത്തേക്ക് പോയപ്പോ സ്വത്ത് അവരുടെ കൊടുത്തിട്ട് പോയി. ഈ സ്വത്ത് എന്ന് പറയുന്നത് ദൈവം യേശുക്രിസ്തുവിന്റെ ജീവനാൽ സമ്പാദിച്ച ദൈവസഭയാണ്. ദൈവത്തിന്റെ സ്വത്ത് അത് ഏൽപ്പിച്ചത് ആരെയാണ്? അവന്റെ വിശ്വസ്ത ദാസന്മാരെ, അടിമകളെ. ഒരു സ്ഥലത്ത് നാം കന്യകയായിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല ബന്ധം, കന്യകയായ ഒരു ഉയർന്ന സ്ഥാനമുണ്ടെങ്കിലും, മണവാട്ടിയായ ഒരു ഉയർന്ന സ്ഥാനമുണ്ടെങ്കിലും, മറു സൈഡിൽ നമ്മൾ അടിമകളുമാണ്. യേശു കർത്താവ് ഒരു സൈഡിൽ മണവാളനാണ്, മറു സൈഡിൽ അവൻ യജമാനനാണ്. അവൻ യജമാനനായി സ്വത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 5 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. പെട്ടെന്ന് പറയട്ടെ, 5 കൊടുത്തവൻ 10 ആക്കി, 2 കൊടുത്തവൻ 4 ആക്കി. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് ദൈവം തന്റെ ദാസൻ മടങ്ങി വരുമ്പോൾ എന്ത് കൊടുക്കുന്നവരാണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. തന്റെ 15-ാം വാക്യം, യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ്. തൽസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ദാസൻ. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് 5 താലന്ത് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് 2 ഉള്ളായിരിക്കാം, 1 ഉള്ളായിരിക്കാം, അത് വിഷയമല്ല. 5 കിട്ടിയവൻ ഒട്ടും നഷ്ടപ്പെടുത്താതെ അതിനെ 10 ആക്കി. 2 കിട്ടിയവൻ ഒന്നും നഷ്ടപ്പെടുത്താതെ അതിന് 4 ആക്കി. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ താലന്ത് കൊടുത്തു. അപ്പൊ ദൈവത്തിന് ഓരോരുത്തരുടെ പ്രാപ്തി പോലെ ദൈവം ചില ശുശ്രൂഷകൾ ഓരോ മനുഷ്യന്റെ മേൽ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു താലന്ത് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ കന്യകമാരിൽ ഒരു താലന്ത് പോലും കൊടുക്കാത്ത ഒരു കന്യകയും ഇല്ല, ഒരു ശിഷ്യനും ഇല്ല. പക്ഷെ ഒരു താലന്ത് കിട്ടിയവൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവൻ ചിന്തിച്ചു, എനിക്ക് 1 അല്ലേ ഉള്ളൂ, എനിക്ക് 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അതെന്ത് ചെയ്തു? എവിടെ കുഴിച്ചിട്ടു? ഭൂമിയിൽ. നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് തന്ന ഒരു താലന്ത് അവിടെ വിനിയോഗിക്കാൻ പറ്റാതെ നമ്മൾ അതിനെ കുഴിച്ചിട്ടിട്ട് ആ ജോലിയിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നമ്മൾ ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടക്കുമ്പോൾ നമുക്ക് എന്താണോ പ്രാധാന്യമുള്ളത് അതായിരിക്കും നമ്മുടെ സംസാര വിഷയം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്താണോ കൊണ്ടു നടക്കുന്നത് അതായിരിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ, പക്ഷെ ആ ബൈക്കിന് എന്തോ വിലയാ, മനസ്സിലാവുന്നുണ്ടോ? ആ വീടിന്, ഈ ലാൻഡിന്, ആ ജോലിക്ക്, ഈ പഠിത്തത്തിന്, ആ ഫുഡിന്, ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തുവാ നമ്മൾ ചെയ്യുന്നത്? എന്തുവാ ചെയ്യുന്നത്? കർത്താവ് തന്നൊരു താലന്ത് അവിടെ എവിടെയോ കിടപ്പുണ്ട്. അതിനെ ഒരിക്കലും വ്യാപാരം ചെയ്യത്തില്ല. അതിനെ കൊണ്ട് എവിടിട്ടു? മണ്ണിൽ കുഴിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ ലോക മോഹങ്ങൾക്ക് താഴെ ഇട്ടു. എന്നിട്ട് ലോകത്തിന്റെ ചിന്ത അതിന് മുകളിൽ കൊണ്ടുവന്നു. അല്ലെ? കുഴിച്ചിടുമ്പോ അതല്ലേ ചെയ്യുന്നത്? ഒരു സാധനത്തെ താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വേറൊന്നിനെ കൊണ്ട് വെക്കുമ്പോൾ, പണ്ട് ഞങ്ങള് ഒരു വീട്ടില് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ അവരൊരു ബിസിനസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ RMV എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ്, അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വേറൊരു കുട്ടി കൊണ്ട് ചില കാര്യങ്ങൾ ആ കുട്ടിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അത് എന്റെ ഭാര്യ അവിടെ ആ ആളിനോട് പറയാൻ വേണ്ടി പറയുമ്പോൾ, പെട്ടെന്ന് അവിടുത്തെ പറയാം, ഞങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഈ കാര്യം സംസാരിക്കണമെങ്കിൽ വേറെ അകത്തെങ്ങാനും പോയി. ഞാൻ അവരെ കൃത്യമായിട്ട് പറയുകയല്ല, ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. എന്തോ അവിടെ കുഴിച്ചിട്ടത്?
കർത്താവ് തന്ന കർത്താവിന്റെ സഭയെ ഫീഡ് ചെയ്യുവാൻ വേണ്ടി, കർത്താവിന്റെ സഭയെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ, കർത്താവിന് നിർമ്മലമായ കന്യകയായി ഒരുക്കുവാൻ ദൈവം നമ്മളിൽ തന്ന താലന്തുകളെ, ദൈവത്തിന്റെ വചനത്തെ, ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിനെ, ക്രിസ്തുവിനെ തന്നെ, പരിശുദ്ധാത്മാവിനെ, ദൈവവചനത്തെ, ദൈവത്തിന്റെ നിർമ്മലമായ സാക്ഷ്യത്തെ അവിടെ മറച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ കുക്കിങ്ങോ, നമ്മുടെ വീടോ, നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റോ, നമ്മുടെ വാഹനമോ, എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലും, എന്തിനെ കുറിച്ച് സംസാരിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു അത് കുഴിച്ചിടുന്നതിന് തുല്യമാണ്. 5 കിട്ടിയവൻ 10 ആക്കി, അവൻ മാന്യമായത്. 2 കിട്ടിയവൻ 4 ആക്കി. അപ്പോൾ എത്ര 10 ഉണ്ടാക്കിയോ 4 അതിലല്ല കാര്യം ഇരിക്കുന്നത്. ദൈവം നമ്മിൽ നിക്ഷേപിച്ച സ്വത്തിനെ വ്യാപാരം ചെയ്ത് അത് അരുമനാഥനെ ഗുണമുള്ള രീതിയിൽ അത് ഒരുക്കിയോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ 2 സൈഡും തിരിച്ചിടും, ശരിയല്ലേ? ആദ്യത്തെ ഭാഗം ഒരു കന്യകയായി നാം വ്യക്തിപരമായി പരിശുദ്ധാത്മാവൻ തന്നെ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവ് പറയുന്നത് സംസാരിച്ച്, പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്ത്, അത് നമ്മുടെ ജോലിയിലാകട്ടെ, പഠിക്കുന്നതിലാകട്ടെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലാകട്ടെ, പഠിക്കാൻ വരുന്ന പിള്ളേര് നല്ലതായി പഠിക്കണം, ഉയർന്ന രീതിയിൽ പഠിക്കണം. പക്ഷെ പഠിത്തമല്ല നിങ്ങളുടെ ഇമ്പോർട്ടന്റ്, ദൈവഹിതമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് പഠിക്കണമെന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പഠിക്കണം, അതിൽ നിങ്ങൾ എക്സലന്റ് ആകണം. ഹല്ലേലൂയ. അത് നന്നായി ഉപയോഗിക്കണം. പക്ഷെ ഒരു സൈഡിൽ ഈ ദോശ, ഒരു സൈഡിൽ വേകുന്നത് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെന്ന എണ്ണയെ കൊണ്ട് നിറയപ്പെട്ടിട്ട്, മറു സൈഡ് തിരിച്ചിട്ട് ദൈവത്തിന്റെ ജനത്തെ അതുകൊണ്ട് പോഷിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തിയ കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ റെസിപ്പീസ് ഉണ്ട്, പക്ഷെ ആരും കുക്ക് ചെയ്യുന്നില്ല. യൂട്യൂബ് തുറന്നാൽ മുഴുവൻ റെസിപ്പീസാ, പക്ഷെ പണ്ടെങ്ങും ഇല്ലാത്ത പോലെ നമുക്ക് ഹോട്ടലിൽ ആൾക്കാർ. കാരണം എന്താ? ഇത് കാണുന്നതേ ഉള്ളൂ, കുക്ക് ചെയ്യുന്നില്ല. ഈ റെസിപ്പീസ് ഇട്ടവൻ പോലും കുക്ക് ചെയ്യുന്നില്ല. അതാ പ്രശ്നം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വചനം സ്വീകരിച്ച് അതിനെ അനുസരിക്കുന്നവര് വളരെ കുറവായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവിൻ ലോഗോസ് വേർഡ്, എഴുതപ്പെട്ട വചനത്തെ തത്സമയം പ്രാക്ടിക്കലായി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് ഈട് ചെയ്ത്, അതിന് സമർപ്പിക്കപ്പെട്ട്, കർത്താവേ ഞാനിതാ ഈ വചനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, ഇതെന്നിൽ ആക്ടിവേറ്റ് ആക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ച വിശുദ്ധ കന്യകയായി ഈ എണ്ണ സ്വീകരിച്ച് നമ്മുടെ ദേഹി മണ്ഡലത്തിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെട്ടു, നമ്മുടെ ദേഹി മണ്ഡലം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മുടെ ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മളെ മുന്നിൽ വെച്ചിരിക്കുന്നത്. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ മുൻനിർണയിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം വാക്യം പറയുന്നെങ്കിൽ, നമ്മെ സൃഷ്ടിച്ചത് ഇവിടെ കാറും ലോറിയും അനുഭവിച്ച് ഇവിടെ കുറെ നന്മകൾ അനുഭവിക്കുവാൻ അല്ല. നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ വിളിച്ചത്, നമ്മെ മുൻനിർണയിച്ചത് തന്റെ പുത്രനോട് അനുരൂപപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് നമ്മുടെ ദേഹി മണ്ഡലത്തെ, നമ്മുടെ മനസ്സിനെ പുതുക്കപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി തന്റെ പുത്രനോട്, തന്റെ പുത്രന്റെ ചിന്താഗതികളോട്, സ്വർഗത്തിന്റെ ചിന്തയോട്, ഉയരത്തിലെ ചിന്തകളോട് അനുരൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഒരു സൈഡിൽ അതാണ് നമ്മുടെ, അത് വ്യക്തിപരമായിരിക്കണം, ദൈവവുമായുള്ള വലിയ കൂട്ടായ്മയിലായിരിക്കണം. 2, ദാസൻ അടിമയം ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നവരായി, ദൈവത്തിന്റെ മക്കൾക്ക് തത്സമയം
അവർക്ക് വേണ്ട ആഹാരം വിളമ്പി കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് അവർക്ക് കൊടുക്കുന്നവരായി തീരണം. അവർ ഹല്ലേലൂയ കുടിയാന്മാരോടുകൂടെ തിന്നു കുടിച്ച് കഴിഞ്ഞാൽ അവന്റെ യജമാനൻ വന്ന് അവരെ തീയിലേക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? കുടിയാന്മാരുടെ കൂടെ തിന്നുക എന്ന് പറഞ്ഞാൽ ലോക സുഖങ്ങളിൽ മയങ്ങി ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന സന്തോഷത്തിൽ കുടുങ്ങി. കുടിയാന്മാരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത് മദ്യം കുടിച്ചിട്ടുള്ള വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടം ഉണ്ടാകുമല്ലോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞ വീഞ്ഞു കുടിച്ചിട്ട് നിനക്കുണ്ടാകുന്ന നിന്റെ മനസ്സിന്റെ സന്തോഷം പോലെ അല്ലെങ്കിൽ അതിനും വലുതായ ഒരു സന്തോഷം, നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ട്, അതിൽ നിറയാനാ പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയാൽ നമ്മുടെ ഉള്ളത്തിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ കിട്ടുന്ന വചനത്തെ അനുസരിച്ച് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്നു വരികയും ആ യേശു ക്രിസ്തുവിനെ നമ്മൾ പുറത്ത് ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആത്മീക വരങ്ങളാൽ നമ്മൾ നിറയപ്പെടണം. രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ നമ്മുടെ അകത്ത് സ്വീകരിക്കുകയും വരത്തെ പുറത്തുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയും ചെയ്യണം. യേശു ഇത് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി, ആദമിനെ ഊതിയതുപോലെ അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വാതിൽ അടച്ചിരിക്കുക, അകത്ത് വന്ന് ശിഷ്യന്മാരുടെ മേൽ ഊതി അവന്റെ ഈ ശിഷ്യന്മാരുടെ അകത്ത് ഒരു പുതിയ മനുഷ്യനെ നിർമ്മിച്ചു. അന്ന് ആ പുതിയ മനുഷ്യൻ ചെന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേര് പുതുമനുഷ്യരായി. ഇന്നും പുതുമനുഷ്യന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ചെയ്യുവാൻ വേണ്ടിയുള്ള ശക്തി വെളിപ്പെട്ടത് ആക്ട്സ് ചാപ്റ്റർ 2 അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. രണ്ട് കാര്യമാണ്. ഒന്ന്, അവരുടെ അകത്ത് വന്നു അവരെ രൂപാന്തരപ്പെടുത്തുവാൻ. രണ്ട്, അവരുടെ മേൽ വന്നു അവരിൽ കൂടെയുള്ള ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട്. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. മറിച്ചിടാത്ത ദോശ ഒരു സൈഡിൽ കരിഞ്ഞുകൊണ്ടിരിക്കും, മറു സൈഡിൽ വേഗാതെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ മാത്രം നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കത്തിക്കൊണ്ടിരിക്കും, പക്ഷെ അത് കഴിക്കാൻ കൊള്ളത്തില്ല. പക്ഷെ അത് തിരിച്ചിടുമ്പോൾ മറു സൈഡിൽ നമ്മുടെ സേവനവും വെളിപ്പെട്ടു വരും, അത് കഴിക്കാൻ കൊള്ളാവുന്ന ദോശയാണ്. ഹല്ലേലൂയ. ഒന്നും ഓർത്തില്ലെങ്കിലും ഈ ഒറ്റ കാര്യം ഓർക്കുക, മറിച്ചിടാത്ത ദോശയല്ല, മറിച്ചിട്ട് നന്നായി വെന്ത ദോശയായി ഒരു സൈഡിൽ കന്യകയായി ഒരുക്കപ്പെടാം, മറു സൈഡിൽ യജമാനന് ഉത്തമ ദാസനായി തത്സമയം ആഹാരം കൊടുക്കുന്ന ദാസന്മാരായി കർത്താവ് വരുമ്പോൾ കാണപ്പെടുവാൻ. തന്റെ വരവിനും അന്ത്യകാലത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് അതിന്റെ അവസാന ഉപമ പറഞ്ഞത്, ഏത് സമയത്തും അവൻ വരാം, അവൻ വാതിൽക്കൽ സംഭവങ്ങൾ വിളിച്ചു കാണിക്കുന്നു. നമുക്ക് ഒരുങ്ങാം, കർത്താവ് നമ്മെ സഹായിക്കും.